ബെഞ്ചേഴ്സിലേക്ക് സ്ഥലം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മറ്റേ വില്ലേജ് ബ്രീഡിങ് ഫാമിനൊക്കെ പോകണമെന്ന്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് തുടങ്ങാം. അതിനാവശ്യമായ സാധനങ്ങൾ 2 വില്ലേജസ് അതിവിടെ ഇതിനകത്തുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. കുറച്ച് മാറിയിട്ടുള്ള സ്ഥലം കണ്ടെത്താം. കുറച്ച് നീട്ടായാൽ മതി. ഇവിടെ നമ്മുടെ ബേസ് ഇവിടെ കുറച്ച് നേരമായ സ്ഥലം. ഇവിടെ ഒന്ന് നീറ്റാക്കട്ടെ കേട്ടാ. എന്നിട്ട് ഈ ബ്ലോക്ക് ഒന്ന് വെക്കട്ടെ, ഒന്ന് നീറ്റായിക്കാനായിട്ട് കാണിച്ചുതരാം. ഇതൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ 3 ബ്ലോക്ക് ഇങ്ങനെ കുഴിക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തും താഴത്തോട്ടൊന്ന് ഒഴിക്കുക. രണ്ടാമത്തെ പരിപാടി ഞാനേ സംഭവിച്ചതെന്ന് വെച്ചാൽ, എവിടെ കുളിച്ച പാട് ഇതിൻ്റെ നടുക്ക് ഈ ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇതൊന്ന് പൊട്ടിച്ചളയാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ മേളിൽ ഞാൻ കാണിച്ചുതരാം. ഈ അറ്റത്തും ഞാൻ പറയണോട്ടോട് സാധനം വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെയായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ ചെയ്യണോട്ട് തന്നെ ചെയ്യണം കേട്ടോ, തെറ്റാവരുത്. ഇതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഞാൻ ചെയ്യണോട്ട് ആ വില്ലേജ് മണ്ടന്മാരൊന്ന് കൊണ്ടുവരണം അവിടെ തന്നെ. പിന്നെ കുറച്ച് ക്ലാസ് എടുത്തുകൊണ്ട് വരണം അവിടെ തന്നെ. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് വരട്ടെ. പിന്നെ എടാ എന്നിട്ടില്ലേ ഇതിന് നടുക്കൊരു ടോർച്ച് വെച്ച് കൊടുക്കണം, സോംബീസ് ഒന്നും വരാണ്ടിരിക്കാൻ. അപ്പം എൻ്റെ ഉള്ള ടോർച്ച് എടുത്തിട്ട് വെക്കട്ടെ എടാ. എന്നിട്ട് ഇവന്മാരെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഒരു 9 ചിഹ്നം ഉള്ള സാധനം ഉണ്ടല്ലോ, അതാണ് കയറ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇവന്മാരൊന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കട്ടേട്ടാ. പാടപ്പെട്ട കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഞാൻ കറക്റ്റായിട്ടാ. എന്നിട്ട് ഇവിടേക്കൊന്ന് അടച്ചുറപ്പ് വെക്കണം. പുള്ളിമാരി പെശാക്ക് പുള്ളിയ. ഇവന്മാര് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വെച്ചാൽ അത്ര പ്രശ്നം. ഈ വില്ലേജസുമാരെ കൊണ്ടുവരാനാ ആകെ പ്രശ്നം. ഇവന്മാരെ ഒന്ന് 4 വശത്തൊന്നും അടച്ചേരും. എന്നിട്ട് ഈ മണ്ടന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ പയ്യ ബോട്ടുമായിട്ടൊന്ന് അടിക്കണം. ഒരുത്തൻ വീണോട്ട് മറ്റവനും വീഴും. സിമ്പിൾ. അപ്പം എന്നിട്ട് കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ കേട്ടോ. കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ ഇവനും അതുപോലെ തന്നെ കറക്റ്റാവും. വില്ലേജിൻ്റെ കാര്യമല്ലേ അത്. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കളയാം. കണ്ട. എന്നിട്ട് ഇതുപോലെ ആയിട്ട് ഇങ്ങനെ കിട്ടും. കണ്ട. ഇവനെ ഒന്ന് അവിടെ തന്നെ ഒന്ന് കൊണ്ടുപോയി വിട്ടിട്ട് വരാം കേട്ടാ. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ കറക്റ്റ് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ബെഡ് വെച്ച് കൊടുക്കണം. ഇപ്പം എൻ്റെ 1 3 ബെഡുണ്ട്.
ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ബെഡ് വെച്ച് കൊടുക്കണം. ഞാൻ ചെയ്ത് വിട്ടാ കേട്ടാ, കണ്ടത് ഇതൊന്നും ഞാൻ ചെയ്യട്ടെ. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലായിട്ട് കിട്ടും. ഇങ്ങനെ വന്നില്ലേ കണ്ട. എന്നിട്ട് ഞാൻ പോയി ഇവിടെ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ മിക്കവാറും ഇവിടെ തന്നെ ഉറങ്ങേണ്ടി വരും. അതൊരു കാര്യം. ഇപ്പോഴും ഫാമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ കൊണ്ടുവന്നേക്കണം ഈ സാധനം ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇതുപോലെ 4 വശത്തൊന്നും ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. 4 വശവും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടാ. നല്ല കറക്റ്റാവുള്ളൂ. 4 വശവും ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടാ. അതിൽ 46 പൊട്ടാറ്റോ ഉണ്ട്. 46 പൊട്ടാറ്റോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം കേട്ടാ. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഓപ്പറിൽ വിട്ടാൽ അവർക്ക് കയറിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടാ. അല്ലെങ്കിൽ പറ്റൂല. ഓപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ കയറിയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലാതെ പറ്റൂല. അല്ലാതെ വേറെ മാർക്കൂല. കയറിയിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ മേളിൽ സോംബീസ് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും വെക്കണം. അതിൻ്റെ മേളിൽ സ്ലാവ് ഒരു സ്ലാവ് വെച്ചാൽ വരില്ല. ഈ മറ്റേതൊക്കെ സ്പോണാവ് ഇടിവാള കൊള്ളില്ല. ഇടിവാള ഏറ്റാൽ മറ്റേത് വരും. ഈ തുറക്കുമ്പോൾ മാത്രം വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് കേട്ടാ. ഇത് നിങ്ങളുടെ പ്ലേസ് കൊടുക്കും അവന്മാരെടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ബ്രീഡാവും. എന്നിട്ടിത് ഒന്ന് വെച്ച് കൊടുക്കാം. ബ്രീഡാവേണ്ടതാണ്. ബ്രീഡായി. അതിനകത്തൊരു മണ്ടൻ ജനിച്ചതുണ്ടാ. എൻ്റെ ഗെയിമിൽ മഴ, പുറത്ത് മഴ വേണം. എൻ്റെ വീട്ടിലും മഴയായിട്ട് വന്നേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇമാര് ബ്രീഡായിട്ടുണ്ട്. ഒരെണ്ണം കൂടി ബ്രീഡാകാം. എന്നാലും പൊട്ടാറ്റോ കുറവാണല്ലോ. അങ്ങനെയാണ് സംഭവം. ഇവിടെ നിന്നൊരു വാട്ടർ ബക്കറ്റ് ഒഴിച്ചു കൊടുക്കണം. അതിന് കുറച്ചും കൂടി പണിയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫാം നന്നായിട്ട് വർക്കിംഗായി. ഫാം വർക്കണ്ട ഇത്രോള് പരിപാടി. നമ്മ ഇവിടെ ഇങ്ങനെ ചെയ്തു. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുഴിച്ചു. പിന്നെ നന്നായിട്ട് ഫാം വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ ഇല്ലാത്ത കാരണമാണ് അടുത്ത വില്ലേജസ് വരാത്തതും. പിന്നെ ബ്രെഡ് വെച്ചാണ് കുറവാണല്ലോ. ബ്രെഡ് ഇതിവിടെയും കൂടി വെക്കണം.
ഇവിടെ 2-3 ബെഡ് കിട്ടും വെക്കാം. ഇവിടെ എന്തായാലും ഒഴിച്ചിട്ട് ഇവിടെ എന്താ പൂച്ചല്ലേ? ആ, ഇവിടെ എന്തായാലും ഞാൻ ഒഴിച്ചിടും ബെഡ്. ഇവിടത്തെ പിന്നെ ഈ അറ്റത്തെ 2 ഒഴിച്ചിടും, ബാക്കി 2 കിട്ടൂല. അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ 1, 2, 3, 4, 5, 6 6 കിട്ടും. അങ്ങനെ ചെയ്യാം. 6 ബെഡ് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫാമിൻ്റെ വീഡിയോ കഴിഞ്ഞു.